3 കുട്ടികളാണ്. മീര, വാക്സിൻ എടുത്തിട്ടും കുട്ടിയുടെ മരണം സംഭവിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതർ എന്താണ് വ്യക്തമാക്കിയിരുന്നത്? സ്വാതി, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുണ്ടായത് ഈ വാക്സിൻ എടുത്തിട്ടും കുട്ടിക്ക് സ്ഥിതി ഗുരുതരമായത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഈ നായയുടെ കടി കുട്ടിയുടെ ഞരമ്പിന് ഡയറക്റ്റായി തന്നെ ഏറ്റതാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സ്ഥിതി ഉണ്ടാകാൻ കാരണമെന്നാണ്. എന്തായാലും കുട്ടി നായയുടെ കടിയേറ്റ ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ കുടുംബം ഉറപ്പാക്കിയിരുന്നു. പ്രാഥമിക കേന്ദ്രത്തിലും ആശുപത്രിയിലും ഉൾപ്പെടെ എത്തിച്ച് ചികിത്സകളൊക്കെയും പൂർത്തിയാക്കിയിരുന്നു. ഈ വാക്സിനും എടുത്തിരുന്നു. എന്നിട്ടും കുട്ടിയുടെ സ്ഥിതി ഗുരുതരമാവുകയായിരുന്നു. കഴിഞ്ഞ മാസമായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. കയ്യിലാണ് ഈ കുട്ടിക്ക് ആഴത്തിലുള്ള മുറിവ് പറ്റിയിട്ടുണ്ടായത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ കുട്ടിയുടെ സ്ഥിതി ഗുരുതരമായി തുടരുകയായിരുന്നു. വെന്റിലേറ്ററിലായിരുന്നു. ഈ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, സംസ്ഥാനത്ത് ഇതൊരു 3ാമത്തെ മരണമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പത്തനംതിട്ടയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള മരണം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും ഒരു മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും 1-ാം തീയതിയിലാണ് ഈ കുട്ടിയെ ഇപ്പോൾ SJT-യിലേക്ക് മറ്റാശുപത്രിയിൽ നിന്നും ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് SJT-യിൽ എത്തിച്ചത്. അബോധാവസ്ഥയിൽ കുട്ടി അപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു. ഇപ്പോൾ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു ഈ ഒരു മരണം സ്ഥിരീകരിച്ചത്. സ്വാതി.